വരുന്നത്. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു TVK അധ്യക്ഷൻ വിജയ്. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നൽകും. ദുരന്തത്തിന് പിന്നാലെ വിജയ് സംസ്ഥാന പര്യടനം മാറ്റിവെച്ചു. TVK നേതാക്കളുമായി നടത്തിയ ഓൺലൈൻ ചർച്ചയിലാണ് തീരുമാനം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ TVKയുടെ നീക്കം. 39 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ TVK സംസ്ഥാന ജനറൽ സെക്രട്ടറി N ആനന്ദ് ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മുഹമ്മദ് റഹീസ്, അതോടൊപ്പം സുരജ് സജി എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നു. സുരജ് സജി നമ്മളോടൊപ്പം ഉണ്ട് വിവരങ്ങളുമായി കരൂരിൽ നിന്ന്. സുരജ്, എന്താണ് TVKയുടെ തുടർ നീക്കങ്ങൾ? കാരണം വിജയ് ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ അറസ്റ്റ് നീക്കമുണ്ട്, കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ മരണത്തിന് ഉത്തരവാദികളായവർ സംഘാടകരുടെ പിഴവും അവരുടെ അലംഭാവവുമാണ് ഇങ്ങനെയൊരു ദുരന്തം ക്ഷണിച്ചു വരുത്തിയത് എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. TVK ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിമർശനങ്ങളെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? വിജയ് തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? GK, എന്തായാലും വിജയുടെ തുടർ നീക്കങ്ങൾ ഏറെ നിർണായകമായി മാറുകയാണ്. കാരണം വിജയ്ക്കെതിരെയും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കെതിരെയും കേസെടുക്കാനുള്ള ഒരു നീക്കം, കേസെടുക്കുന്നു, പലർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ട് കേസെടുക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലാണ് നിലവിൽ TVK ഉള്ളത്. കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു അനുകൂലമായ ഒരു നിലപാട് കോടതിയിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഒരു നീക്കം അവർ നടത്തുന്നു. അതോടൊപ്പം തന്നെ പോലീസിനെ ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു ബോധപൂർവമായ നീക്കം അത് TVKയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കാരണം പോലീസ് ഇതിൽ സുരക്ഷ ഒരുക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടു എന്ന് ഉയർത്തിക്കാട്ടാനുള്ള ഒരു നീക്കമാണ് അവർ നടത്തുന്നത്. അതിനൊപ്പമാണ് ഇപ്പോൾ ഈ മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരാകട്ടെ 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഇരട്ടി തുക ഇപ്പോൾ വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ചികിത്സയിൽ തുടരുന്നവർക്കും അടിയന്തര ധനസഹായമായി വിജയുടെ ഭാഗത്തുനിന്ന് ഈ ചികിത്സയിൽ തുടരുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്നു. അങ്ങനെ ഒരു തലക്കലിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ആ മൃതദേഹത്തിന് വട്ടം, അതായത് ചുറ്റും നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ കൊണ്ട് ആ മൃതദേഹം ഈ ആംബുലൻസിലേക്ക് കയറ്റാൻ പോലും കഴിയാത്തത്ര വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അത് അനുഭവപ്പെടുന്നുണ്ട്. നന്നേ പ്രയാസപ്പെട്ടാണ് ആ മൃതദേഹം അടക്കം ഈ ആംബുലൻസിലേക്ക് കയറ്റുന്നത്. രാവിലെ മുതൽ തന്നെ, അതായത് ഓരോ മൃതദേഹവും ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറുന്ന സമയത്തൊക്കെ വലിയ തിരക്കുകൾ അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി കുറെ കൂടി രൂക്ഷമാകുന്നു. അതായത് ഇതൊരു യുവാവിന്റെ മൃതദേഹമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ആംബുലൻസിൽ കയറ്റുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ അവരുടെ സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ ഈ പോർച്ചറയ്ക്ക് മുന്നിലാകെ ഒരു ജനസാഗരം തീർത്തുകൊണ്ട് ഈ ആംബുലൻസ് വളഞ്ഞിരിക്കുകയാണ്. അത് പ്രയാസപ്പെട്ടുകൊണ്ട് ഈ ആംബുലൻസിനകത്തേക്ക് മൃതദേഹം കയറ്റുന്നതാണ് കാണുന്നത്. എല്ലാവരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ മനോവിഷമം അടക്കിപ്പിടിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഒരു വശത്ത് ഈ വിഷയം സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് 39 ജീവനുകൾ നഷ്ടമായി. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ പലരും ആശുപത്രിയിൽ കഴിയുകയാണ്. മറുവശത്ത് വിജയ് ആകട്ടെ, വിജയുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളാകട്ടെ, TVK ആകട്ടെ, അവരെല്ലാവരും തന്നെ ഇതിനൊരു പ്രതിരോധം തീർക്കാൻ രംഗത്തെത്തുന്നു. സർക്കാർ ആകട്ടെ ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രതികരണത്തിന് പോലും, അതായത് ഇന്ന് ഉദയനിധി സ്റ്റാലിൻ അടക്കം എത്തുന്ന സമയത്ത് ഇവരാരും തന്നെ ഈ വിജയെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയില്ല. പകരം ജുഡീഷ്യൽ അന്വേഷണം എന്നതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ വിജയെ ഒരു തരത്തിലും വിജയുടെ പേര് ചർച്ച ചെയ്യാത്ത തരത്തിലേക്ക്, അല്ലെങ്കിൽ ഇവരായിട്ട് വിജയുടെ പേര് പറയില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വിജയുടെ ഭാഗത്തു നിന്നാകട്ടെ സർക്കാർ പ്രഖ്യാപിച്ചതിലധികം ഇരട്ടി തുക ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പോലീസിന്റെ വീഴ്ച ഉണ്ടായി എന്ന് ഉയർത്തിക്കാട്ടാനുമുള്ള ഒരു നീക്കവുമാണ് ഇപ്പോൾ നടക്കുന്നത്. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.